നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ എ സിക്ക് തണുപ്പ് കുറയുകയാണ്. അപ്പം ഒബ്വിയസ്ലി നമുക്ക് തോന്നുന്നൊരു കാര്യം, വാഹനത്തിൻ്റെ എ സി ഗ്യാസ് കുറഞ്ഞ് കാണും. അല്ലെങ്കിൽ നമ്മളോട് കൊണ്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർ പറയും കൂളിംഗ് കോയിലിന് അടവുണ്ട്, കൂളിംഗ് കോയിൽ ക്ലീൻ ചെയ്താൽ മതി. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂളിംഗ് കോയിൽ മാത്രം ക്ലീൻ ചെയ്താൽ മതിയോ? നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് ഇങ്ങനെ ഒരു സംശയം എൻ്റെ സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ട്. ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള സംശയമാണ്. ക്യാൻ യു മേക്ക് എ വീഡിയോ ഇൻ ക്ലീനിങ് ദ കണ്ടൻസർ കോയിൽ? നല്ലൊരു ചോദ്യമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലരും ചെയ്യാത്തൊരു കാര്യം അല്ലെങ്കിൽ പലരും ചെയ്യാൻ വിട്ടുപോകുന്നൊരു കാര്യമാണ് കണ്ടൻസർ ക്ലീനിങ്. നമ്മുടെ വാഹനത്തിന് എ സിക്ക് തണുപ്പ് കുറയുന്ന സമയത്ത് എ സി കൂളിംഗ് കോയിലും എ സി ഗ്യാസും ഒക്കെ നോക്കുന്ന കൂട്ടിൽ തന്നെ, കൂളിംഗ് കോയിൽ ഞാൻ ഉദ്ദേശിച്ച ഇവാപ്പറേറ്റർ അസംബ്ലിയാണ് നമ്മുടെ വാഹനത്തിനകത്ത് വരുന്നത്. അത് പൊടി കയറി ബ്ലോക്ക് ആവും. പക്ഷേ അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ വരുന്ന, അതായത് നമ്മുടെ റേഡിയേറ്ററിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വരുന്ന പോർഷൻ, അതായത് ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വരുന്ന പോർഷനായിട്ടുള്ള കണ്ടൻസർ എന്ന് പറയുന്ന യൂണിറ്റ് ഉണ്ട്. ആ കണ്ടൻസർ ഈ പറയുന്ന പോലെ പൊടിയായി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ ഒരു റേഡിയേറ്ററിൻ്റെ വീഡിയോ ചെയ്ത പോലെ തന്നെ ഇതിനകത്തോട്ട് പൊടിയെല്ലാം കയറി അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എയർ കയറി പോകാതെ വരും. ഈ കണ്ടൻസർ തണുക്കണം. അതായത് കംപ്രസറിൽ നിന്നുണ്ടാകുന്ന ആ ഒരു ചൂടായിട്ടുള്ള ലിക്വിഡ് ഇതിലേക്ക് പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തണുക്കണം. ശരിക്കും നല്ല രീതിക്ക് തണുത്ത് കഴിഞ്ഞാൽ, തണുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യൂറായിട്ട് തണുക്കണമെന്നല്ല, എന്നാൽ അതിൻ്റെ ഹീറ്റ് കളയണം. ആ ഹീറ്റ് കളയാൻ വേണ്ടിയാണ് റേഡിയേറ്ററിൻ്റെ ഫാനും യൂസ് ചെയ്യുന്നത്. ഈ കണ്ടൻസറിനകത്തോട്ട് ഇതിങ്ങനെ കയറി പോകുന്ന സമയത്ത് ഇതിനകത്തൂടെ എയർ കയറി ക്ലീനായി, അതായത് എയർ കയറി പോയി കഴിഞ്ഞാൽ മാത്രമേ ഇത് തണുക്കത്തുള്ളൂ. എന്നാൽ അതേ സ്ഥാനത്ത് ഇതിനകത്ത് പൊടിയുടെ അംശം കൂടുതലാണെങ്കിലോ, പൊടിയുടെ അംശം കൂടുതലാണെങ്കിൽ ഇതിനകത്തൂടെ എയർ കയറുന്നത് കുറവായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ അതിൻ്റെ ചൂട് കളയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഹീറ്റ് ഡിസിപ്പേഷൻ വളരെ കുറയും. അങ്ങനെ കുറയുന്ന സമയത്ത് എ സിക്ക് തണുപ്പ് സ്വാഭാവികമായിട്ട് കുറയാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മുടെ റേഡിയേറ്റർ ഫാനൊക്കെ കംപ്ലൈൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എ സി ഇട്ട് കഴിഞ്ഞാൽ എ സി തണുക്കാത്തതിൻ്റെ പ്രധാന കാര്യം കണ്ടൻസർ തണുക്കുന്നില്ല. ഇതാണ് മെയിനായിട്ടുള്ള റീസൺ. അപ്പം നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനത്തിൻ്റെ എ സി വർക്കിന് കൊടുക്കുന്ന സമയത്ത് അവരോട് മസ്റ്റായിട്ടും പറയണം, അവർ ചെയ്യും. ഇനി ലോക്കലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അവർ ചെയ്യാൻ സാധ്യത കുറവായിരിക്കും. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നമ്മൾ അവരോട് മസ്റ്റായിട്ടും പറയണം, എ സിയുടെ കണ്ടൻസറും കൂടെ നമ്മൾ ക്ലീൻ ചെയ്യണം. നമുക്ക് നോർമലായിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാം. പക്ഷേ ഈ ബമ്പർ ഒന്ന് അഴിക്കണം. ബമ്പർ അഴിച്ച് നല്ല രീതിക്ക് ഹൈ പ്രഷറിൽ വെള്ളം ചീറ്റിച്ച് കഴിഞ്ഞാൽ, ഹൈ പ്രഷർ ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രഷറിൽ നമുക്ക് വെള്ളം യൂസ് ചെയ്യാം. പക്ഷേ വേറെ ഒരു സാധനം, വേറൊരു മെറ്റീരിയലും കൊണ്ട്, ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ബ്രഷ് ഇട്ട് ക്ലീൻ ചെയ്യാൻ സാധിക്കും. അങ്ങനെ മാത്രം ക്ലീൻ ചെയ്യുക. അല്ലാതെ വേറെ ഹാർഡായിട്ടുള്ള വയർ ബ്രഷോ കാര്യങ്ങളൊന്നും ഇട്ട് ഒരു കാരണവശാലും ക്ലീൻ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഏറ്റവും നല്ലൊരു കാര്യം, നിങ്ങൾ വാഷ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ കാണുന്ന ഏരിയാസ്, അതായത് ഈ ഒരു കാണുന്ന ഏരിയാസ്, ഇതിൻ്റെ താഴത്തെ ഏരിയാസ്, അതായത് ഈ താഴത്തെ പോർഷൻസിലുമൊക്കെ നിങ്ങൾ നല്ല രീതിക്ക് വെള്ളം ഒഴിച്ച്, അതായത് അത്യാവശ്യം പ്രഷറിൽ വെള്ളം അടിക്കുന്നത് നല്ലതായിരിക്കും. ചെളിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പതുക്കെ പോന്നോളും. അപ്പം അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതൊരു നല്ലൊരു പോയിൻ്റ് ആയിരിക്കും.